ചെന്നൈയിലേക്കുള്ള യാത്രയാണ്. ഒറ്റക്കാണ് പോകുന്നത്. ഈ വീൽ ചെയറായിട്ട് എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി എൻ്റെ. ഓക്കെ, അപ്പം ഞങ്ങളിപ്പോൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു ടിക്കറ്റ് എടുക്കണം. ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എവിടെയാണെന്ന് അറിയില്ല, നോക്കട്ടെ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ഇവിടെ റാമുണ്ടെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചേച്ചിയാണ് നമുക്ക് ടിക്കറ്റ് തരുന്നത്. ചേച്ചിയാണ് ടിക്കറ്റ് എടുത്തത്. ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ട്രെയിനിൽ കയറണമെങ്കിൽ സ്വന്തമായിട്ട് കയറാൻ പറ്റില്ല, സഹായം വേണം. അപ്പോൾ ഏതായാലും പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. എന്നിട്ട് എന്താ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ റൂമാണിത്. സ്റ്റേഷൻ മാസ്റ്റർ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ. വേറെ ഒന്ന് ആള് വരുന്നുണ്ട്. സാറേ, നമുക്ക് ചെന്നൈയിലേക്കൊന്ന് വണ്ടിയിൽ കയറണമായിരുന്നു. അപ്പോൾ ഒരാളെ സഹായമുള്ള ആയില്ല. മറ്റേ റാമ്പോ ചെന്നൈ ഇപ്പോൾ അടുത്ത് വരുന്ന ഏതാണ്? ചെന്നൈ നെക്സ്റ്റ് ഒരു വണ്ടിയല്ലേ ഇല്ല? വണ്ടിയിലാണ്. ഡിസബിൾഡ് കുറച്ച് ബാക്കിലായിരിക്കില്ല അല്ലേ? അന്വേഷിക്കുന്നുണ്ട്. ഇവിടുന്ന് ശേഷം മാഷിനാ ഇന്ത്യയാണല്ലേ? അപ്പോൾ ഓർഡർ സഹായത്തിന് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കയറുന്നുള്ളത്. അല്ല, നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതില്ലേ മറ്റുള്ള ഭിന്നശേഷിക്കാരിലെത്തിക്കണത്. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത് പോർട്ടറെ അവരുടെ നമ്പറിൽ വിളിക്കാനാണ്. അപ്പോൾ ആ നമ്പറിൽ ഞാൻ വിളിച്ചു നോക്കട്ടെ, എന്താണ് മറുപടി കിട്ടില്ലെന്നറിയില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ആപ്പിൻ്റെ കംപ്ലൈൻറ്റ് ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളെ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ആൾ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ വണ്ടി വരുന്നത്. അവിടത്തേക്കാണ് പോകുന്നത്. കൂടാതെ നമ്മളെ സ്റ്റേഷൻ മാസ്റ്റർമാർ നമ്മൾ വണ്ടി കയറുന്നവരെ ശ്രദ്ധിച്ചിട്ട് അവർ കയറിയതിന് ശേഷം വണ്ടി വിടുമെന്നൊക്കെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല സഹകരണമാണ്. ഓക്കെ, ഞാനെങ്കിൽ വണ്ടി കയറുന്നത് പരമാവധി ഞാൻ ഒറ്റക്കായതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്ന ലെവലിൽ ഞാൻ പിടിക്കും. വേറെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പിടിക്കാൻ പറ്റും. ഈ വണ്ടി അടക്കായിരിക്കും ഞാൻ കയറുന്നത്. ഓക്കെ, ഇത് ഒരു അപ്പുറത്തെ രണ്ടാമത്തെ ഇതിലേക്ക് പോകുന്നത് നമുക്ക് റാമ്പ് നമുക്ക് ഇല്ലതൊരു പ്രശ്നം തന്നെയാണ്. മിക്ക സ്ഥലത്തും ഇല്ലതാണ്. ഇത് എല്ലാ ഒരു ബുദ്ധിമുട്ടാണ് ഈ കയറാൻ വേണ്ടിയിട്ട്, അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. കാണുന്നില്ലേ, ഈ സെറ്റപ്പ് വളരെ പ്രയാസം തന്നെയാണ്. ഇപ്പോൾ ഒരാളെ ഹെൽപ്പില്ലാണ്ട് എന്തായാലും അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ശോചനാവസ്ഥ കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരാളെ ഹെൽപ്പില്ലാണ്ട് ഇത് നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. ചേച്ചാ, അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒരു വല്ലാതെ ഇതന്നല്ലേ, ഇതൊരു വല്ലാതെ ജസ്റ്റ് ബാക്കിൽ നിന്ന് വണ്ടി വരാം. കൊടുത്തില്ല വണ്ടി അങ്ങനെ എത്തിപ്പെട്ടു അല്ലേ? അങ്ങനെ എത്തിപ്പെട്ടു. ക്യാമറ എല്ലാം ചെരിഞ്ഞു. അപ്പം നമ്മളെ ലാസ്റ്റാണ് ഡിസബിൾഡ് കോച്ച്. 22ാമതാണ് പറഞ്ഞത്. നോക്കാം 22ാമത്തെ. അപ്പോൾ ഏകദേശം നമ്മൾ ട്രെയിൻ വരാനായിട്ടുണ്ട്. ആരും വന്നിട്ട് കാണുന്നില്ല. കയറാൻ പറ്റുമെന്നില്ലെങ്കിൽ പിന്നെ തിരിച്ചു പോകേണ്ടി വരും. നോക്കാം. ഓക്കെ,
പറഞ്ഞ റാമ്പ് സിസ്റ്റം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നെ കയറ്റാൻ വേണ്ടിയിട്ട് ഇതാണ് റാമ്പ്. വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് റാമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞ കണക്ക് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് റാമ്പ് പോകാൻ തരും, നമുക്ക് വണ്ടിയിൽ കയറാവുന്നതാണ്. ട്രെയിൻ എത്തിയിട്ടുണ്ട്. റാമ്പ് സിസ്റ്റം ഇവിടെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. റാമ്പ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എലിസബണ്ട് കോച്ചിൽ റാമ്പ് വെക്കാൻ പോവാണ്. ഇതാണ് എലിസബണ്ട് കോച്ച്. റാമ്പ് വെക്കുന്നുണ്ട്. റാമ്പ് വെക്കുന്നുണ്ട്. റാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സുഖമായിട്ട് കയറാം. ഞാൻ കയറാൻ പോകും. ഞാൻ റാമ്പ് ചെയ്തിട്ട് കയറുകയാണ്. നേരെ കയറുമോ? ഇന്ന് ബാക്ക് ആടെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ചേച്ചി മുകളിലോട്ട് മെല്ലെ പോട്ട് ഒന്ന് ഈ സൈഡ് ഒന്ന് ആ സൈഡ് പൊന്തിച്ചോ. പൊന്തൂലേ? ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ ആ ബാക്കി ഓക്കെ. അപ്പം നമ്മൾ കോച്ചിൻ്റെ അകത്ത് കയറി. ഇത് ആരുമില്ല, ഒരാൾ മാത്രമേ ഇല്ലും. നമുക്ക് സുഖസുന്ദരമായിട്ട് ഇവിടെ കടന്നിട്ട് തുടങ്ങിയിട്ട് പോവാം. പക്ഷേ റാമ്പിൽ കയറാൻ നോക്കുമ്പോൾ റാമ്പ് വീതി കുറവ്. എന്നിട്ട് എല്ലാവരും കുറേ ആൾ പിടിച്ച് കയറ്റി. ചെന്നൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നീച്ചാണ് ഇത് നമ്മുടെ വണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഭിന്നശേഷി കമ്പാർട്ട്മെൻറ്റ്. ടോയ്ലറ്റ്. അപ്പം ബാത്റൂം സൗകര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. വീൽ ചെയറിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ മുന്നിൽ തുറന്നു കഴിഞ്ഞാൽ ഇതാവും കാണുന്നത്. ഇവിടെ വാഷ് ബേസ് ഞാൻ സ്വന്തയിലും, അതുകൊണ്ട് ചെറിയ പരിമിതിയുണ്ട് വീഡിയോ എടുക്കുന്നതിന്. ഇവിടെ വാഷ് ബേസ് ഉണ്ട്. തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കുരിച്ച് വെക്കാൻ കമ്പിയുണ്ട്, അപ്പുറം കമ്പിയുണ്ട്, ഇരിക്കാൻ ഫുൾ സെറ്റപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണേ. ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. ചപ്പാത്തിയും മുട്ടയാണ്. 70 റുപ്യാണ് ഇത്. രണ്ട് ചപ്പാത്തിയാണ്. 2 ചപ്പാത്തിയും ഒരു മുട്ടക്കറിയും 70 റുപ്യ. ഒരു കുട്ടി വന്നു 20 റുപ്യ. ഇന്നത്തെ രാത്രിയുടെ ഫുഡ് ഇതാണ്. കോച്ചിലൊന്നും ആരുമില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കായില്ലോ. എൻ്റെ വീൽ ചെയർ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് ബാക്കിയെല്ലാം കാര്യം. വീൽ ചെയർ അവിടെ കൊളത്തി പോകുന്ന വണ്ടിയുണ്ട്. ഞാനിതാ ഇങ്ങനെ കിടക്കുന്നു, കണ്ട. അപ്പോൾ ഞങ്ങൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. നമ്മൾ പോവുകയാണ്.
അങ്ങനെ നമ്മൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും വണക്കം.